അക്കാദമികളുടെ അധ്യക്ഷന്മാരുടെ തീരുമാനത്തിന്റെ അതിനൊരു ഏറ്റവും മികച്ച ആളുകളെയും ഉചിതമായ ആളുകളെയും കണ്ടെത്തുന്നതിനുള്ള ഒരു പ്രോസസ്സാണ്. അതിന്റെ അന്തിമഘട്ടത്തിലാണ്. അത് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ, വരും ദിവസങ്ങളിൽ തന്നെ സംഗീത നാടക അക്കാദമിക്കും, തൃശ്ശൂരെ കാര്യം പറയുകയാണെങ്കിൽ സാഹിത്യ അക്കാദമിക്കും, ലളിതകലാ അക്കാദമിക്കും, അതുപോലെ ഫോക്ലോർ അക്കാദമിക്കും, ചലച്ചിത്ര അക്കാദമിക്കും, ചലച്ചിത്ര വികസന കോർപ്പറേഷനും അങ്ങനെയുള്ള സാംസ്കാരിക സ്ഥാപനങ്ങൾക്കും അതിൻ്റെ അധ്യക്ഷന്മാർ, സെക്രട്ടറിമാർ, ഭരണസമിതി ഒക്കെ വരും. വലിയ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതിലേറ്റവും ഉചിതരായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തണം. അതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ അന്തിമഘട്ടത്തിലാണ്. ഈ വരും ദിവസങ്ങളിൽ തന്നെ അക്കാദമികളുടെ ചുമതലയിലേക്ക് ആളുകൾ വരും. ഒന്ന്, അക്കാദമികൾ പലരും ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ അക്കാദമികൾ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, താൽക്കാലിക നിയമനങ്ങൾക്ക് ആൾക്ക് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആളുകൾ നമുക്ക് വേണം. ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സ്ഥാപനങ്ങളുടെ കാര്യമില്ല. നമുക്ക് കുറെ കാര്യങ്ങൾ സമയബന്ധിതമായി തീർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇറ്റ്ഫോക്ക് നടക്കണം, ജനുവരിയിൽ അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യം നടക്കണം. ഞാൻ ചില വാർത്തകൾ എൻ്റെ മാധ്യമപ്രവർത്തകർ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതാണ്. എൻ്റെ ശ്രദ്ധയിലും പെട്ടിരുന്നു. ഒരു അനിശ്ചിതത്വം അക്കാര്യത്തിലില്ല. ഇറ്റ്ഫോക്ക് തീരുമാനിച്ച സമയത്ത് തന്നെ ആ ഇറ്റ്ഫോക്ക് നടത്താനുള്ള പ്രാഥമിക പ്രവർത്തനങ്ങളുടെ കാര്യം ഞാൻ അക്കാഡമിയിൽ പോകുന്നുണ്ട്, ആദ്യം നിങ്ങളോട് പറയുകയാണ്. എന്ന് മാത്രമല്ല, പണം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതികത്വമാണ് ഇറ്റ്ഫോക്കിനെ എപ്പോഴും പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. സർക്കാരിന് സാമ്പത്തിക സഹായം ഉണ്ടാകുമോ ഇല്ലയോ? ഞാൻ ഒരു കാര്യം ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ചലച്ചിത്രമേളയ്ക്ക് എപ്പോഴും ഒരു തുക സർക്കാർ സ്ഥിരമായി നൽകാറുണ്ട്. ഇറ്റ്ഫോക്കിന് ഓരോ വർഷവും സർക്കാരിൻ്റെ ഉത്തരവ് കാത്തിരിക്കുകയാണ്. അത് അടുത്ത ബഡ്ജറ്റ് മുതൽ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. ഈ വർഷം ഇറ്റ്ഫോക്കിൻ്റെ നടത്തിപ്പിനായിട്ട് 2 കോടി രൂപ സാംസ്കാരിക വകുപ്പിൽ നിന്നും അനുവദിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം ആദ്യമായിട്ട് അറിയിക്കുകയാണ്. എന്തിനാണ് ഇപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതുമായി ബന്ധപ്പെട്ട ഒരു അനിശ്ചിതത്വത്തിൻ്റെയും കാര്യം ഇനിയില്ല. ഇറ്റ്ഫോക്ക് വളരെ നല്ല നിലയിൽ തന്നെ നടത്താം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ കുണ്ടറയിലെ അങ്ങയുടെ മണ്ഡലത്തിൽ കസ്റ്റഡി മർദ്ദനം പിന്നീട് അത് മഞ്ഞപ്പിത്തം മൂലമാണെന്ന് പറയുന്നു, അങ്ങനെ ആരോപണം നൽകുന്നത്. അതിൽ സമഗ്രമായ അന്വേഷണം, അതിലൊരു ഫോളോപ്പ് എന്താണ്? ഞാൻ ആ ഭവനത്തിൽ പോയിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവിനായിട്ട് സംസാരിച്ചിരുന്നു, ബന്ധുക്കളുമായിട്ട് സംസാരിച്ചിരുന്നു. അത് സംബന്ധിച്ച് ഒരു പോലീസുകാരനെതിരെ നടപടി ഇന്നലെ ഉണ്ടായിട്ടുണ്ട്, സസ്പെൻഷൻ. ഒരാൾക്കെതിരെ കൂടി ആക്ഷേപം കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ ജില്ലാ യൂണിറ്റാണ് അത് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അന്വേഷണം നടക്കുന്ന സമയത്ത് അന്വേഷണത്തിനകത്തൊരു കാര്യം ഞാൻ പറയുന്നത് ഉചിതമല്ല. അത് എങ്ങനെ പറഞ്ഞാലും അന്വേഷണത്തെ സ്വാധീനിക്കാൻ ഞാൻ ശ്രമിച്ചെന്നാകും. പക്ഷേ എനിക്കതിനെക്കുറിച്ചൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അത് ഞാൻ മാധ്യമങ്ങളോടും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയോടും പറഞ്ഞിരുന്നു. ഇതിലെ ആക്ഷേപത്തിന് വിധേയനായ രണ്ടാമത്തെ ഉദ്യോഗസ്ഥനും ഇതിനു മുമ്പും വളരെ അധികം ഇത്തരത്തിലുള്ള മോശം പെരുമാറ്റത്തിന്റെ ആക്ഷേപം നേരിട്ട ആളാണ്. എനിക്ക് തന്നെ വ്യക്തിപരമായി അറിയാവുന്ന ഒരു കാര്യം, പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ പുതിയുഗ യാത്ര കുണ്ടറയിൽ വന്നപ്പോൾ കോൺഗ്രസിന്റെ DCC സെക്രട്ടറി ആയ രഘു പാണ്ഡവപുരത്തെ ഒരു കാരണവുമില്ലാതെ മർദ്ദിച്ച് അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്നും ചോരയൊക്കെ വന്ന് ഒരു വിധത്തിൽ ഞാൻ അവിടെ ഒരു സംഘർഷം ഒഴിവാക്കി. ഇത്രയെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി പ്രവർത്തകർ പ്രകോപിതരാകും. ഞാൻ വളരെ പ്രയാസപ്പെട്ട് സംഘർഷം ഒഴിവാക്കിയിട്ടാണ് ആ പരിപാടി അവിടെ നടത്തിയത്. ഞങ്ങൾക്ക് പരാതി ഉണ്ടായിരുന്നു ഈ പോലീസുകാർക്ക്. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ അവിടെ ഇല്ല. അദ്ദേഹത്തെ ഈ ഇഷ്യൂ വരുന്നതിന് മുമ്പ് തന്നെ സ്ഥലം മാറ്റിയിരുന്നു. മറ്റു രൂപത്തിൽ സ്വാഭാവിക നടപടിയുടെ ഭാഗമായിട്ട് മാറിയിരുന്നു. പക്ഷേ ഇയാൾക്കെതിരെ ഈ ഒരു പരാതി ഞങ്ങൾക്കുണ്ടായിരുന്നു. ഉത്സവപ്പറമ്പിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത ചില ആളുകൾക്ക് നേരെ മോശം പെരുമാറ്റം ഉണ്ടായിരുന്ന നിലയിൽ മറ്റൊരു പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കേസ് പോലീസ് അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ പുറത്തു പറയട്ടെ. പക്ഷേ
ഈ ആൾക്കെതിരെ നിലവിൽ മോശം പെരുമാറ്റത്തിന്റെ ചരിത്രമുള്ള ആളാണ് എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല. ഞാനത് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയോട് ആ കാര്യം സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോ കസ്റ്റഡി എടുത്തതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ ലംഘനത്തിന്റെ പേരിൽ ഒരാൾക്കെതിരെ ആഭ്യന്തര വകുപ്പ് നടപടിയെടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോ ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ യൂണിറ്റിന്റെ അന്വേഷണം നടക്കുകയാണ്. അന്വേഷണത്തിന് ശേഷം ആഭ്യന്തര വകുപ്പ് അതിന്മേലും ഒരു തീരുമാനം എടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു.